ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പണിയാരം വിത്ത് തക്കാളിക്ക ചട്നിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് പണിയാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ആദ്യം വേണ്ട കുറച്ച് ദോശമാവ് വേണം, ഒരു പച്ചമുളക്, ആവശ്യത്തിന് മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം അടുപ്പ് കത്തിച്ച്, നമ്മൾ നാട്ടിൽ ഉണ്ണിയപ്പ ചട്ടി എന്ന് പറയും, ഇവിടെ പണിയാര ചട്ടി എന്നാ പറയാറ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അത് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. പിന്നെ ഈ മാവ് അതിലേക്ക് ഒഴിക്കുക. മാവ് ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി എണ്ണയും കൂടെ അതിൻ്റെ മേലിൽ ഒഴിക്കണം കേട്ടോ. എന്ന് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ തിരിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അതൊന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് ഒന്നും കൂടെ വയ്ക്കാം. ഇതൊരു ബ്രൗൺ കളർ പോലെ ആവും. ആ സമയത്ത് ടുട്ടുപ്പൻ വീണ്ടും കരച്ചിലാണ്. ടുട്ടുപ്പനെ ഞാൻ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ടുട്ടുപ്പൻ ഒരു 5 മിനിറ്റ് ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവന് കരയാൻ തുടങ്ങും. കരയുമ്പോൾ പിന്നെ ഞാൻ എനിക്ക് പറ്റുന്നതായതുകൊണ്ട് ഞാൻ ഇവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. ടുട്ടുപ്പൻ കുറച്ച് നേരമൊക്കെ താഴെ ഇരിക്കും, പിന്നെയും കരച്ചിലായിരിക്കും. അപ്പം ഞാനിങ്ങനെ പറ്റുന്ന പണിയൊക്കെ ഇങ്ങനെ ഇവനെ എടുത്തുകൊണ്ട് ചെയ്യും. പിന്നെ ടുട്ടുപ്പന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പം അവനിങ്ങനെ കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവന് ഈ പണിയാരം ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇവനെ ഉണ്ടാക്കി കൊടുക്കും. എപ്പോഴൊരിക്കലും ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. എപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കഴിക്കില്ല. 1 or 2 അതിൽ കൂടുതലൊന്നും ആൾ കഴിക്കില്ല. അപ്പോൾ അതേ പണിയാരം ഏകദേശം എല്ലാം ആയി കേട്ടോ. പെട്ടെന്നാകും കേട്ടോ. ഇത് പിന്നെ നമ്മൾ മുട്ടയിട്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അത് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൊടുക്കുന്ന ഇഷ്ടം കേട്ടോ. കറിയിലൊന്നും ഞാൻ മുക്കി കൊടുക്കാറില്ല. വെറുതെ കൊടുത്താൽ ഒരു 2 or 3 കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇവർ കൂടുതൽ കർണാടക ഫുഡാണ്. എൻ്റെ ഇടയിൽ ഇവർ ഒരു സൈസ് ഇല ചേർക്കും, പക്ഷേ ആ ഇലയുടെ പേര് എനിക്കറിയില്ല. ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ, ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു തക്കാളിക്ക ചട്നിയും കൂടെ ഉണ്ടാക്കാം. അതിനാദ്യം വേണമെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിനുശേഷം കുറച്ച് ഉഴുന്നിട്ട് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തക്കാളിക്ക ഇടുക. തക്കാളിക്കയും കൂടി ഇട്ട് തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ അതങ്ങ് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചു കേട്ടോ. അടച്ച് വേവിയിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി. ഞാൻ ആദ്യം ഒരു പച്ചമുളക് ഇട്ടായിരുന്നേ. ആ കൂടെ വഴറ്റുന്ന കൂടത്തിൽ ഒരു പച്ചമുളക് ഇട്ടായിരുന്നു. ടുട്ടുപ്പിന് കൊടുക്കാൻ നേരത്ത് ഞാൻ ചമ്മന്തി കൂട്ടില്ല കേട്ടോ. അവന് ആ പണിയാരം മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. പിന്നെ അവന് കൊടുക്കുമ്പോഴും ഞാൻ ആ പച്ചമുളക് എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ, നോക്കിയേ കൊടുക്കത്തുള്ളൂ. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ചൂടാറിയ ശേഷം വെറുതെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ചിലർ ഇതിനകത്ത് പുളി ചേർക്കും. ഞാൻ 3 തക്കാളിക്ക് എടുത്തതിനകത്ത് തക്കാളി നല്ല പഴുത്തതായതുകൊണ്ട് അതിന് പുളിയുടെ ആവശ്യമില്ല. ടുട്ടുപ്പിന് കൊടുത്തു നോക്കട്ടെ, അവന് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെട്ടാൽ രണ്ടാമത് തുറക്കും, ഇല്ലെങ്കിൽ തുറക്കൂല. ടുട്ടുപ്പിന് ഇഷ്ടമായി കേട്ടോ, ഇഷ്ടമായി. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.